വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന തരത്തിലായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെയും പിണറായിയുടെയും നിലപാട്. തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ താൻ വന്നാൽ പരിഹാരം ഉണ്ടാകുമെന്ന് ധരിച്ച മുഖ്യന് അടിതെറ്റി. ബിനോയ് വിശ്വം ചൊട്ടയ്ക്കും ചുടലിക്കും അടുത്തില്ല. 1 മണിക്കൂർ നീണ്ട ചർച്ച പരാജയപ്പെട്ട മുഖ്യൻ തല താഴ്ത്തി ഇറങ്ങിയപ്പോൾ ബിനോയ് വിശ്വം തന്റെ മറുപടി കാത്തുനിന്ന മാധ്യമങ്ങളോട് പറഞ്ഞു, ഇതിങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. തങ്ങളുടെ ഒരു ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അടിവരയിട്ടിട്ടാണ് പോയത്. പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 4 മന്ത്രിമാരാണ് CPIക്കുള്ളത്. ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന GR അനിൽ, ക്ഷീരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന K ചിഞ്ചുറാണി, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന K രാജൻ, കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന P പ്രസാദ് എന്നിങ്ങനെ തന്ത്രപ്രധാനമായ വകുപ്പുകളാണ് CPIക്ക് കയ്യിലുള്ളത്. മുന്നണി പ്രതിസന്ധിയിലാകുമ്പോൾ വകുപ്പ് താറുമാറാകുമോ എന്ന സംശയം അതിക്രമിക്കുകയാണ്. എന്നാൽ PM ശ്രീയിലെ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നാണ് മന്ത്രിയായ GR അനിൽ പറയുന്നത്. വിഷയം അതിലോട്ട് എത്തിയിട്ടില്ല. ഇടതുനയമാണ് CPIയും CPMും ഉയർത്തിപ്പിടിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നതുകൂടി അദ്ദേഹം പറഞ്ഞു. പാർട്ടി തീരുമാനം വിട്ടുനിൽക്കാനാണെന്നിരിക്കെ PM ശ്രീ പദ്ധതിയിലെ മന്ത്രിതല ഉപസമിതി രൂപവൽക്കരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു തീരുമാനവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ വിയോജിപ്പുമായി തുടരുന്ന CPIയുടെ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയാകും സമിതി രൂപവൽക്കരിക്കുക. സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ CPI തീരുമാനിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ അനുനയ നീക്കം ശക്തമാക്കാനാണ് CPMന്റെ ശ്രമം. നവംബർ 4-ന് CPI സംസ്ഥാന സമിതി യോഗം നടക്കാനിരിക്കവേ അതിനു മുൻപ് LDF യോഗം വിളിച്ച പ്രശ്നപരിഹാരം കാണുവാനും CPM ആലോചിക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI മന്ത്രിമാരായ K രാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചർച്ച പരാജയപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ധാരണാപത്രം മരവിപ്പിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നതല്ലാതെ മറ്റൊന്നിനും CPI വഴങ്ങില്ല എന്ന് D രാജ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. BJP RSS കൂട്ടുകെട്ട് പ്രതിലോമമായ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരോക്ഷമായ സ്വീകാര്യതയാണെന്നും ഫെഡറൽ വിദ്യാഭ്യാസ ധനസഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര ബിന്ദുവാക്കിയതെന്നും രാജ കണക്കാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ തിടുക്കത്തിൽ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ചയ്ക്കായി മന്ത്രിസഭ 2 തവണ മാറ്റിവെച്ച വിഷയമായ PM ശ്രീയിൽ സർക്കാർ രഹസ്യമായി ഒപ്പുവെച്ചതിനെ ശക്തമായി എതിർക്കുകയാണ്. CPIയും സഖ്യരാഷ്ട്രീയത്തിന്റെ തത്വങ്ങൾ ലംഘിച്ചുവെന്നും CPI ഈ ഗുരുതരമായ വീഴ്ച അവഗണിക്കില്ല എന്നും രാജ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഭരണ പ്രതിസന്ധിയിലെങ്കിലും പാർട്ടി പ്രതിസന്ധിയിലാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. മുന്നണിയെ പ്രതിസന്ധിയിലാക്കാൻ മന്ത്രിമാർ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തിടുക്കപ്പെട്ട് മന്ത്രിമാർ ഓഫീസിലെ പണികൾ തീർപ്പിക്കുന്നതും മുൻകൂട്ടി കണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും മന്ത്രിമാരുടെ രാജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.